കഴിഞ്ഞ വീഡിയോയിൽ പെർമ്യൂട്ടേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കോമ്പിനേഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, പെർമ്യൂട്ടേഷൻ മീൻസ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷനാണ്. ഓക്കെ, കോമ്പിനേഷൻസിനെ നമ്മൾ ഷോർട്ടായിട്ട് NCR ആണ്, നമ്പർ ഓഫ് കോമ്പിനേഷൻ അറേഞ്ച്മെൻറ്റ്സ് ആണ് NCR എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതെന്താ നോക്കാം. നമ്പർ ഓഫ് ഡിഫറൻസ് ഗ്രൂപ്പ് ക്യാൻ ബി ഫോംഡ് ബൈ സെലക്ടിങ് സം ഓർ ഓൾ ദ ഐറ്റംസ് അറ്റ് എ ടൈം ആർ കോൾഡ് കോമ്പിനേഷൻ ഓഫ് ദീസ് ഐറ്റംസ്. ഓക്കെ, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് സെലക്ട് ചെയ്യുക. എങ്ങനെ? കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇവിടെ സെലക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നത്. കുറച്ച് ഐറ്റംസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനെയാണ് കോമ്പിനേഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ, ലെറ്റ് ദ ഐറ്റംസ് ഓഫ് എ ബി സി എന്ന് പറയുന്ന 3 ഐറ്റംസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 2 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും? ഓക്കെ, 3 ലെറ്റേഴ്സ് ഉണ്ട് ABC എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ 2 ലെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇവിടെ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു വരുന്ന ഏരിയ വരുന്നത്, അതുകൊണ്ടാണ് അത് കോമ്പിനേഷൻ ആവുന്നത്. സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കോമ്പിനേഷനാണ്. അപ്പോൾ 3 ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് 2 ലെറ്റേഴ്സ് അറ്റ് എ ടൈം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാം? അത് 3 കോമ്പിനേഷൻസ് ഉണ്ടാക്കാം, AB AC PC. ഓക്കെ, ഇതാണ് കോമ്പിനേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ആർ 3. കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്, AB AC ആൻഡ് BC. ഓക്കെ, സോ ദ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 3 ഐറ്റംസ് ടേക്കൺ അറ്റ് എ 2 ടൈം ഡിനോട്ടഡ് ബൈ 3C2. ഓക്കെ, ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന 3C2 എന്ന് പറഞ്ഞാൽ 3 ലെറ്റേഴ്സ് ഉണ്ട്, അതിന് 2 ലെറ്റേഴ്സ് അറ്റ് എ ടൈം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 3C2 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, 3C2 മീൻസ് 3. ഓക്കെ, നമുക്കിതിന് ആൻസർ എത്ര കിട്ടിയത്? 3 ആണ്. അപ്പോൾ 3C2 എന്ന് പറയുന്നത് 3 ആണ്. ഇനി 3C2 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ കുറച്ച് ഐറ്റംസ് ഉണ്ടാകുന്നത് കുറച്ച് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ABC എന്ന് പറയുന്ന 3 ലെറ്റേഴ്സ്, അതിൽ നിന്ന് 2 ലെറ്റേഴ്സ് അറ്റ് എ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ഗ്രൂപ്പ് ഫോം ചെയ്യാം, AB AC BC. അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 3C2 എന്ന് പറഞ്ഞിട്ടാണ്. 3C2 എന്താണ്? 3 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും ടോട്ടൽ, ABC എന്ന് പറഞ്ഞിട്ട്. അന്ന് 2 ലെറ്റേഴ്സ് എടുത്തു, അതാണ് 2 എന്ന് പറയുന്നത്, 3C2. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 3 ആയിരിക്കും. 3 പോസിബിൾ വേസ് ഓഫ് കോമ്പിനേഷൻസ് ക്യാൻ ബി മെയ്ഡ് ബൈ സെലക്ടിങ് 2 ലെറ്റേഴ്സ് ABC. ABCയിലെ 2 ലെറ്റേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോസിബിൾ കോമ്പിനേഷൻസ് ആണ് 3 എന്ന് പറയുന്നത്. ആൻഡ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഫോർമുല ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കോമ്പിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഫോർമുല ഉണ്ട്. N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എന്താണെന്നൊക്കെ കഴിഞ്ഞ പെർമ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ N-ഉം R-ഒക്കെ സെയിം തന്നെ വരുന്നത്. N ടോട്ടൽ നമ്പേഴ്സും ആൻഡ് R എത്ര എണ്ണമാണ് അറ്റ് എ ടൈം എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ്റെ ഫോർമുലയാണ് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 10C3, 10C2, 10C1, 10C0, 10C10. കുറച്ച് ചെയ്ത് നോക്കാം. അതായത് ഒരു ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്പേഴ്സ് നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 10C3 എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ 3C2 3 ആണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഫോർമുല ഒന്ന് യൂസ് ചെയ്യാതെയാണ് കണ്ടുപിടിച്ചത്. പക്ഷേ കുറച്ച് വലിയ നമ്പേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ 10C3, 10C2, 10C1, 10C0, 10C10 എന്നുള്ളത്. അത് നമുക്ക് 10C3 എങ്ങനെ ചെയ്യാൻ നോക്കാം കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട്. 10C3 അതിൻ്റെ ഫോർമുല എന്താണ്? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. ഇവിടെ N എന്ന് പറയുന്നത് 10 ആണ്, അതേപോലെ R എന്ന് പറയുന്നത് 3 ആണ്. 10C3 ടോട്ടൽ 10 ആൻഡ് R എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 10 factorial divided by 10 minus 3 factorial into 3 factorial. Okay, that is 10 factorial divided by 7 factorial into 3 factorial. 10 minus 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാ വരുന്നത്, 7 factorial into 3 factorial. ഇനി 10 factorial എന്ന് പറഞ്ഞാൽ 10 into 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1 and 7 factorial 7 into 6 into 5 into 4 into 3 into 2 into 1 ഇൻറ്റു 3 ഫാക്ടോറിയൽ 3 into 2 into 1. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 7 മുതലുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് സെയിം ആയിട്ട്. 7 6 5
4321 എന്ന ന്യൂമറേറ്ററിൽ വരുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ 7 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയി. ഈ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ബാക്കി വരുന്നത് എന്താണ്? 10 ഇൻറ്റു 9 ഇൻറ്റു 8, 3 എണ്ണേ ബാക്കി വരുന്നുള്ളൂ. 10 3 നമ്പേഴ്സാണ്, 10 ഇൻറ്റു 9 ഇൻറ്റു 8 ആൻഡ് 3 ഇൻറ്റു 2 ഇൻറ്റു 1, 3 ആണ് ഇതിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു 9 എന്ന് പറയുന്നത് 90, 90 ഇൻറ്റു 80, 90 ഇൻറ്റു 8 720 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 6, 720 ഡിവൈഡ് ബൈ 6 120 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഇത്ര ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഏത് എന്നിൻ്റെ ഫാക്ടോറിയൽ ആറിൻ്റെ ഫാക്ടോറിയലിനനുസരിച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ n 10 ആണെന്നുണ്ടെങ്കിൽ 6 3 ആണെന്നുണ്ടെങ്കിൽ 3 വരെ ചെയ്താൽ മതി. ഓക്കെ, 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, നമുക്കിനി വേറൊന്ന് നോക്കാം. ഇവിടെ 10C2 ആണ് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബാക്കിയുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു പോകും, കാരണം സെയിം മൾട്ടിപ്ലൈ നമ്പേഴ്സ് വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ 10C2 ആയതുകൊണ്ട് 10ൻ്റെ 2 ഫാക്ടോറിയൽ ചെയ്താൽ മതി. 10 ഇൻറ്റു 9 ഡിവൈഡ് ബൈ ഈ 10C2ലെ 2 ഫാക്ടോറിയൽ. ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം എടുക്കണം എന്നുള്ളത് ഈ 10C2 അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ 10C3 ആണെങ്കിൽ ഇവിടെ 3 എണ്ണം എടുത്തു, 10C2 ആയതുകൊണ്ട് 2 എണ്ണം. 10 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1, നമുക്ക് 90 ഡിവൈഡ് ബൈ 2 45 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മളിത് ഈസി ആയിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? n നോക്കിയിട്ട് നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ എത്ര എണ്ണം ചെയ്യണം എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ 10C2 ആയതുകൊണ്ട് 10 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1, 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10C2 കിട്ടും. മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതേപോലെ 10C1 എന്ന് പറയുന്നത് 10 ആണ്, 10C0 എന്ന് പറയുന്നത് 1 ആണ്, 10C10 1 ആണ്. ഒക്കെ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും വരുന്നത്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എക്സാമിനേഷൻ പേപ്പർ ഓൺ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൻ്റെ എക്സാമിന് 10 ക്വസ്റ്റ്യൻസ് ആർ സെറ്റ്. 10 ക്വസ്റ്റ്യൻസ് സെറ്റാണ്. 10 എന്ന് പറയുന്നത് n ആണ്, n ഈസ് ഇക്വൽ ടു 10. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ആൻ എക്സാമിന് ക്യാൻ ചൂസ് 3 ക്വസ്റ്റ്യൻസ്? 3 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 10C3 ആണ് വരുന്നത്. 10C3 എന്നാൽ 10ൻ്റെ 3 ഫാക്ടോറിയൽ ചെയ്യണം, 3യുടെ ഫാക്ടോറിയൽ നമ്മൾ ചെയ്യണം. 10ൻ്റെ ഫാക്ടോറിയൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 വരെ ചെയ്യണം. അങ്ങനെ ഇവിടെ 10C3 ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1, നമുക്ക് 120 വേസിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 120 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ബാഗ് കണ്ടെയ്ൻ 4 വൈറ്റ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് സെലക്ടിങ് 2 വൈറ്റ് ബോൾസ്. ഒരു ബാഗിൽ 4 വൈറ്റ് ഉണ്ട്, അതിന് 2 എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേസിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് വേസ് സെലക്ടിങ് 2 വൈറ്റ് ബോൾ, എത്ര രീതിയിൽ നമുക്ക് 2 വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. n എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് 4 ബോളാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 എണ്ണമാണ് ആയിട്ട് ടൈം എടുക്കുന്നത്, അപ്പോൾ 6. 4 എന്ന് പറയുന്നത് n ആൻഡ് 2 എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 4C2 ആണ് വരുന്നത്. അപ്പോൾ 4C2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1, ഏതാണോ അതിൻ്റെ C2 കഴിഞ്ഞിട്ട് ഏതാണോ ലെറ്റർ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ 2 വന്നുകൊണ്ട് 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1, ആ എൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 4C2 നമുക്ക് 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 വിൽ ഗെറ്റ് 6. 12 ഡിവൈഡ് ബൈ 2 6 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് 3 ബ്ലാക്ക് ബോൾസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്ൻ 5 ബ്ലാക്ക് ബോൾ. ഒരു ബാഗിൽ 5 ബ്ലാക്ക് ബോൾ ഉണ്ട്, അതിൽ നിന്ന് 3 ബ്ലാക്ക് ബോൾ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്ത് 3 എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇവിടെ n എന്ന് പറയുന്നത് ടോട്ടലി 5 ബോളാണുള്ളത്, അപ്പോൾ n ഈസ് ഈക്വൽ ടു 5 ആൻഡ് r എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് 5C3 ആണ്. ഇവിടെ 5C3 ആയത് 3 ആണ് വന്നുകൊണ്ട് നമ്മൾ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു 5 ഫാക്ടോറിയൽ, 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1, നമുക്ക് 20 ഇൻറ്റു 3 60 ഡിവൈഡ് ബൈ 6, അത് നമുക്ക് 10 വേസിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മൾ വേസ് ആണ്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോബബിലിറ്റീസ് നോക്കാം. എങ്ങനെ പ്രോബബിലിറ്റിയിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്ന ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ കേസസ് ചെയ്യണം. ഓക്കെ, വേസിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എത്രയാണോ അത് അനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ പ്രോബബിലിറ്റി ആയതുകൊണ്ട് F/n ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇഫ് എ ബാഗ് കണ്ടെയ്ൻ 6 വൈറ്റ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്, ദെൻ ഒരു ബാഗിൽ 6 വൈറ്റും 4 ബ്ലാക്ക് ബോളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നുള്ളത്. അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരു ബോളാണ് എടുക്കുന്നത്. ഓക്കെ, ഇഫ് എ ബാഗ് കണ്ടെയ്ൻ
6 വൈറ്റ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. ഒരു ബാഗിൽ 6 വൈറ്റും 4 ബ്ലാക്ക് ബോളും ഉണ്ട്. അതിൽ നിന്ന് ഒരു വൈറ്റ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. ടോട്ടലി 6 ആണുള്ളത്. 6C1 6 വൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ബോൾ വൈറ്റ് ആവാനുള്ളത്. 6C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? എടുക്കുന്നത് ഒരു ബോളാണ്, 10C1. അപ്പോൾ 6C1 ഡിവൈഡഡ് ബൈ 10C1. 6C1 എന്ന് പറയുന്നത് 1 ആണ്, 6 ആണ്. 10C1 എന്ന് പറയുന്നത് 10 ആണ്. 6/10 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ സെക്കൻഡ്, പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 വൈറ്റ് ബോൾ. 2 വൈറ്റ് ബോൾ എടുക്കാനുള്ള ചാൻസ്. നേരത്തെ 1 ആയതുകൊണ്ട് 6C1 ആയി. ഇനി ഇവിടെ ഡ്രോയിങ് 2 വൈറ്റ് ബോൾ. അപ്പോൾ നമുക്ക് 6C2 ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് 10C2 ആയിട്ട് മാറും. ടോട്ടൽ എടുക്കുന്ന ബോളും ചേഞ്ച് ആയി. 6C2 ആയതുകൊണ്ട് 10C2. 6C2 എന്ന് പറഞ്ഞാൽ 6 × 5 ഡിവൈഡ് ബൈ 2 × 1. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ആൻഡ് 10C2 10 × 9 90 ഡിവൈഡ് ബൈ 2 2 × 1 2 45 എന്ന് കിട്ടും. 10/45 ആണ് അതിന് ആൻസർ വരുന്നത്. 15/45 എന്ന് പറഞ്ഞാൽ 1/3. ഇനി ഡ്രോയിങ് 3 വൈറ്റ് ബോൾ. 3 വൈറ്റ് ബോൾ എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? ടോട്ടലി 6 ആണ്. 6C3 ഡിവൈഡ് ബൈ 10C3. 6C3 എന്ന് പറയുന്നത് 120 ആണ്, 20 ആണ്. 10C3 എന്ന് പറയുന്നത് 120 ആണ്. 20/120 1/6 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ഡ്രോയിങ് 4 വൈറ്റ് ബോൾ. 6C4 ഡിവൈഡ് ബൈ 10C4 നമുക്ക് 1/14 എന്ന് കിട്ടും. ദെൻ ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ അതായിരിക്കും വരുന്നത്. ആൻഡ് പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക് ബോൾ. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ വൈറ്റ് മാത്രം എടുത്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക് ബോൾ. മൊത്തം 6 വൈറ്റും 4 ബ്ലാക്കും ഉള്ളത്. അതിന് 2 വൈറ്റും 2 ബ്ലാക്കും. അപ്പം 6C2 ഇവിടെ ആൻഡ് വന്നുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 2 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6C2 ടോട്ടലി 6 വൈറ്റ് ഉള്ളതിന് 2 ബോൾ. 6C2 ഇൻറ്റു ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് 4 ബ്ലാക്ക് ആണുള്ളത്. 4C2 അതിൽ നിന്ന് 2 ബോളാണ് എടുക്കുന്നത്. 4C2 അങ്ങനെയാണ് പറയുന്നത്. ടോട്ടലി 4, അതിൽ നിന്ന് 2 എടുക്കുമ്പോൾ 4C2. 6C2 ഇൻറ്റു 4C2 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്മൾ എത്ര ബോൾ എടുക്കുന്നത്? 4 ബോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 10C4 ആയിട്ട് മാറിയത്. അത് ചെയ്യുമ്പോൾ 6C2 ഇൻറ്റു 4C2 ഡിവൈഡ് ബൈ 10C4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 90 ഡിവൈഡ് ബൈ 210 ആയിരിക്കും കിട്ടുന്നത്. ഇനി പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 1 വൈറ്റ് ആൻഡ് 3 ബ്ലാക്ക് ബോൾ. അപ്പോൾ നമ്മൾ ടോട്ടലി എടുക്കുന്ന ബോൾ 4 ആണ്. അതിൽ ഒരു വൈറ്റും 3 ബ്ലാക്കും. ഒരു വൈറ്റ് കിട്ടാനുള്ള ചാൻസ് 6C1 ആണ്. 6C1 ഇൻറ്റു 3 ബ്ലാക്ക് ബോൾസ് 4C3. ടോട്ടലി 4, അതിൽ നിന്ന് 3 ബ്ലാക്ക്. 4C3 ഡിവൈഡ് ബൈ ടോട്ടൽ ബോൾസിൽ ചേഞ്ച് ഇല്ല 10C4. അത് 24 ഡിവൈഡ് ബൈ 210 ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 3 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ബോൾ. 3 വൈറ്റും 1 ബ്ലാക്കും. 3 വൈറ്റ് ഇട്ടാനുള്ള ചാൻസ് 6C3. ഒരു വൈറ്റ് ഇട്ടാൽ 4C1. 6C3 ഇൻറ്റു 4C1 ഡിവൈഡ് ടോട്ടൽ ബോൾസ് 10C4 തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് 80/240 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നനുസരിച്ച് എന്ത് ചെയ്യും? ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് സോ ഓൺ. ഇത്രയാണ് ഇത് ഈ രീതിയിൽ വരുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ 4 മെൻ ആൻഡ് 3 വിമൺ. 4 മെന്നും 3 വിമണും ഉണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 3 ഓഫ് വിച്ച് എക്സാക്ട്ലി 2 ആർ വിമൺ. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 2 ആർ വിമൺ. എക്സാക്ട്ലി കറക്റ്റ് 2 വിമൺ ആവാനുള്ള പ്രോബിലിറ്റി. നോ വിമൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ അറ്റ്ലീസ്റ്റ് 1 വിമൺ. ഓക്കെ, ഇതിന് ഒരു 4 ദർ ആർ 4 മെൻ ആൻഡ് 3 വിമൺ. ടോട്ടലി 7 പേരുണ്ട്. അതിൽ 4 മെന്നും 3 വിമണാണ്. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തു. അതിൽ എക്സാക്ട്ലി 2. ആ 3 പേരെ സെലക്ട് ചെയ്ത സമയത്ത് 2 വിമൺ ആവാനുള്ള പ്രോബിലിറ്റി. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോ വിമൺ. ദെൻ അറ്റ്ലീസ്റ്റ് 1 വിമൺ. ഇനി ഓരോന്നിൻ്റെ ആൻസർ നോക്കാം. ആദ്യം ഫസ്റ്റ് എക്സാക്ട്ലി 2 ആർ വിമൺ. എക്സാക്ട്ലി 2 ആർ വിമൺ എങ്ങനെ ചെയ്യുന്ന? പ്രോബ്ലംസ് സെലക്ടിങ് 2 വുമൺ ആൻഡ് 1 മെൻ. ഇപ്പോൾ 3 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ 2 പേരെന്തായാലും എക്സാക്ട്ലി വിമൺ ആയിരിക്കണം. അപ്പോൾ ബാക്കി വരുന്ന ഒരാൾ എന്തായിരിക്കണം? മെൻ ആവണം. അപ്പോൾ 2 വിമണും 1 മെന്നും ആയിരിക്കും വരുന്നത്. എക്സാക്ട്ലി 2 വുമൺ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ 3 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ 2 പേര് വിമൺ ആണെന്ന് പറഞ്ഞു. ബാക്കി വരുന്ന ഒരാൾ മെൻ ആയിരിക്കും. അപ്പോൾ 3C2 ടോട്ടലി 3 വിമൺ ആണുള്ളത്. അതിൽ നിന്ന് 2 പേര് 3C2 ഇൻറ്റു ടോട്ടലി 4 മെൻ ആണുള്ളത്. അതിൽ നിന്ന് 1 പേര് 4C1 ഡിവൈഡ് ബൈ ടോട്ടലി എടുക്കുന്ന പേര് 7C3. ഓക്കെ, അപ്പോൾ 3C2 എന്ന് പറയുന്നത് 3, 4C1 എന്ന് പറയുന്നത് 4 ആൻഡ് 7C3 എന്ന് പറയുന്നത് 35. അപ്പോൾ 12/35 ആയിരിക്കും എക്സാക്ട്ലി 2 വിമൺ എന്ന് പറയുന്നത്. ഇനി പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വിമൺ. നോ വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബാക്കി വരുന്ന ഒക്കെ മെൻ ആയിരിക്കും. അപ്പോൾ സെലക്ടിങ് 3 മെൻ. 3 മെന്നെ സെലക്ട് ചെയ്യുക. ടോട്ടലി 4 മെൻ ആണുള്ളത്. 3 സെലക്ട് ചെയ്യാൻ ചാൻസ് 4C3 ഡിവൈഡ് ബൈ 7C3.
4C3 എന്ന് പറയുന്നത് 4 ആണ്. 4C3 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 4 × 3 × 2 ഡിവൈഡഡ് ബൈ 3 × 2 × 1. നമുക്ക് 24 ഡിവൈഡഡ് ബൈ 6 വരും. അത് 4 ആയിരിക്കും വരുന്നത്. 4/7C3 എന്ന് പറയുന്നത് 35. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 1 വിമൺ, ഒരു വിമണെങ്കിലും. അപ്പോൾ ഒരു വിമൺ എന്ന് പറഞ്ഞാൽ 1 മൈനസ് നോ വിമണാണ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരാളെ, അപ്പോൾ ഒരു വിമണാവാം, 2 വിമണാവാം, 3 വിമണാവാം. അപ്പോൾ നമുക്കത് 3 ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോ വിമൺ ചെയ്താൽ മതി. ഇപ്പോൾ 1 മൈനസ് നോ വിമൺ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതാ 4/35 ആണ്. അപ്പോൾ 1 മൈനസ് 4/35 ചെയ്യുന്ന സമയത്ത് 31/35 ആയിരിക്കും വരുന്നത്.